പഴകി ഉപയോഗശൂന്യമായ മരുന്നുകൾക്ക് പുതിയ ഡിമാൻഡ്. വലിച്ചെറിയരുത്, വീട്ടിലെത്തി ശേഖരിക്കാൻ പദ്ധതി വരികയാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഹരിതകർമ്മസേനയുടെയും സഹകരണത്തോടെയാണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ ശേഖരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നത്. ആദ്യം കോഴിക്കോട്, ഉദ്ഘാടനം 22-ന്. ലിസ്റ്റ് ചെയ്യാതെ തന്നെ ഓഹരി വിപണിയിൽ കളിക്കുന്ന കമ്പനി മൂല്യത്തിൽ ഇന്ത്യയിലെ 10 പ്രമുഖ കമ്പനികൾക്കൊപ്പം. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ വിപണി മൂല്യം 4.70 ലക്ഷം കോടി രൂപ. ലിസ്റ്റ് ചെയ്യാത്ത കമ്പനികൾക്കിടയിൽ ഒന്നാമത്. ട്രംപ് US പ്രസിഡന്റ് ആയതോടെ കോഴക്കേസിൽ ഗൗതം അദാനി രക്ഷപ്പെട്ടുവെന്ന പ്രതീതിക്കൊരു തിരുത്ത്. കേസിന്റെ അന്വേഷണത്തിൽ ഇന്ത്യൻ നിയമ മന്ത്രാലയത്തിന്റെ സഹായം തേടി US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ. കേസിൽ അന്വേഷണം തുടരുകയാണെന്നും ന്യൂയോർക്ക് കോടതിയെ കമ്മീഷൻ അറിയിച്ചു. ഈ വിവരം വന്നതോടെ അദാനി കമ്പനികളുടെ ഓഹരി വിലയിൽ ഇടിവ്. ഇലോൺ മസ്കിന്റെ ടെസ്ല ഇലക്ട്രിക് കാറുകൾ മിക്കവാറും ഏപ്രിലിൽ തന്നെ വിൽപ്പനയ്ക്ക് ഇന്ത്യയിലേക്ക്. ജർമ്മനിയിൽ നിന്ന് വാഹനങ്ങൾ ഇന്ത്യയിൽ എത്തിച്ചു വിൽക്കാനാണ് പരിപാടി. തുടക്കത്തിലെ വില 21 ലക്ഷം രൂപ മുതൽ. ആപ്പിൾ മൊബൈൽ ഫോൺ ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ ആകർഷിക്കുന്ന വിധം കോമ്പാക്ട് ഫോൺ ഇന്ന് രാത്രി വിപണിയിലേക്ക്. iPhone SE 4 ആണ് ഇന്ന് പുറത്തിറക്കുന്നത്. iPhone SEയുടെ തിരിച്ചുവരവ് 3 വർഷത്തിന് ശേഷം. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.